ഹലോ ഗൈസ്, മൈ നെയിം ഈസ് റംസി. വെൽക്കം ടു മൈ ചാനൽ. സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ. അപ്പോൾ UAE എങ്ങനെ നിങ്ങളുടെ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാം എന്നാണ് ഞാൻ സിമ്പിളായിട്ട് പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഒന്നാമത്തത്, രജിസ്റ്റർ യുവർ കമ്പനി. നിങ്ങളുടെ കമ്പനി ഫ്രീ സോണിലോ മെയിൻലാൻഡിലോ രജിസ്റ്റർ ചെയ്യാം. രണ്ടാമത്തത്, ചൂസ് എ യുണീക്ക് ബ്രാൻഡ് നെയിം. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ബ്രാൻഡ് നെയിം നിങ്ങൾ കണ്ടെത്തുക. സ്റ്റെപ്പ് നമ്പർ 3, കണ്ടക്ട് എ ട്രേഡ് മാർക്ക് സെർച്ച്. നിങ്ങളൊരു ബ്രാൻഡ് നെയിം കണ്ടെത്തി കഴിഞ്ഞാൽ അത് ട്രേഡ് മാർക്ക് സെർച്ച് ചെയ്ത് ആരും ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ പലവിധ ലീഗൽ കോൺസിക്വൻസസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബ്രാൻഡ് നെയിം ആരും ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളത് ലീഗലി സെക്യൂർ ആക്കി വെക്കുക. പോയിൻറ്റ് നമ്പർ 4, ഗെറ്റ് എ ലോഗോ റെഡി. നിങ്ങളുടെ യുണീക്കായിട്ടുള്ള ഒരു ഹൈ റെസൊല്യൂഷൻ ലോഗോ നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കുക. സ്റ്റെപ്പ് നമ്പർ 5, ഫൈൻഡ് മാനുഫാക്ചറർ. ദിസ് ഈസ് വെരി ക്രൂഷ്യൽ സ്റ്റെപ്സ്. നിങ്ങളൊരു മാനുഫാക്ചേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് തരുന്ന ഫുഡ് സപ്ലിമെൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റ്സ് ആയിക്കോട്ടെ, ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ആയിക്കോട്ടെ, എനി വെൽനസ് പ്രോഡക്ട്സ്, നിങ്ങൾ ക്വാളിറ്റിയുള്ള ഒരു മാനുഫാക്ചേഴ്സിനെ കണ്ടെത്തുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാനുഫാക്ചേഴ്സ് എല്ലാ ഡോക്യുമെൻസും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മാനുഫാക്ചേഴ്സ് ആയിരിക്കണം. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. അപ്പോൾ അതെല്ലാം തരാൻ പറ്റണം. സ്റ്റെപ്പ് നമ്പർ 6, രജിസ്റ്റർ യുവർ പ്രൊഡക്റ്റ് ഇൻ ദുബായ് ഗവൺമെൻറ്. പല ടൈപ്പ് പ്രൊഡക്ട്സ് ഉണ്ട്, അത് പല കാറ്റഗറിയിലോട്ട് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ദുബായ് മുനിസിപ്പാലിറ്റിൻ്റെ രജിസ്ട്രേഷൻ ആയിരിക്കും വേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ രജിസ്ട്രേഷൻ ആയിരിക്കും വേണ്ടത്. അപ്പോൾ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 7, ലോജിസ്റ്റിക്സ്. നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേപ്പേഴ്സും റെഡിയായി രജിസ്ട്രേഷനും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾ എവിടെ നിന്നാണോ മാനുഫാക്ചർ ചെയ്ത് ആ കൺട്രി ഓഫ് ഒറിജിനിൽ നിന്ന് നിങ്ങൾ UAE കൊണ്ടുവരിക. സ്റ്റെപ്പ് നമ്പർ 8, ലോഞ്ച് യുവർ സപ്ലിമെൻറ്റ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.